ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിഎം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലവിലുള്ള ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പും അതിസൂക്ഷ്മമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നിരീക്ഷിക്കുകയാണ്. കാരണം സുപ്രീം കോടതി പോലും ഇടപെട്ട വിഷയമായതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആധികാരികതയെപ്പറ്റി നിരവധി ചോദ്യങ്ങൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് തന്നെ ഉന്നയിക്കുമ്പോൾ ജ്ഞാനേഷ് കുമാറിന് എങ്ങനെയാണ് ഉറക്കം വരിക? തന്റെ കാൽക്കീഴിലെ മണ്ണടിച്ചു പോയാൽ പിന്നെ ഇത്രയും കാലത്തെ സിവിൽ സർവീസ് കൊണ്ട് എന്ത് ഗുണമാണുള്ളത് എന്ന തിരിച്ചറിവ് ജ്ഞാനേഷ് കുമാറിന് നന്നായുണ്ട്. കൃത്യമായി പറഞ്ഞാൽ തന്റെ മുൻഗാമിയായ രാജീവ് കുമാറിനേക്കാൾ അധപതിച്ചിരിക്കുകയാണ് താനെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് വല്ലാതെ അലട്ടുന്നു വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. ജ്ഞാനേഷ് കുമാർ ഇപ്പോൾ ഇവിഎമ്മുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. നിരവധിയായ ഇവിഎമ്മുകൾക്ക് കുഴപ്പങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മോക്ക് പോളിംഗ് ഉൾപ്പെടെ നടത്തുമ്പോൾ, നിലവിൽ അതിന്റെ പരിശോധന ഉൾപ്പെടെ നടത്തുമ്പോൾ പല മെഷീനുകളിലും ഫോൾട്ട് കാണുന്നുണ്ട്. അത് മനസ്സിലാക്കി തന്നെയാണ് ജ്ഞാനേഷ് കുമാർ വളരെ വ്യക്തമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുഴപ്പങ്ങളുള്ള ഇവിഎം മാറ്റും. അവിടെ ബാലറ്റ് പേപ്പർ കൊണ്ടുവരേണ്ടി വന്നാലും വേണ്ടില്ല. ഒരു രീതിയിലും തെരഞ്ഞെടുപ്പ് നടത്താൻ സമ്മതിക്കില്ല. ഇത് താൽക്കാലികമായെങ്കിലും പ്രതിപക്ഷ അംഗങ്ങളുടെ കണ്ണിൽ പൊടിയാൻ വേണ്ടി ജ്ഞാനേഷ് പറഞ്ഞതായിരിക്കാം. പക്ഷേ ഇത്തരത്തിലൊരു പ്രസ്താവന ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ ഇളക്കിമറിച്ചിരിക്കുന്നു. ബീഹാറിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വോട്ട് ചോരി യാത്ര ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ ജ്ഞാനേഷ് കുമാറിന്റെ ഈ ഒരു പ്രകടനം കൂടി വരുമ്പോൾ ഇത് ഒരു മേക്ക് ബിലീഫിന് വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ പോലും അത് മുഖവിലക്കെടുക്കാനാണ് പ്രതിപക്ഷവും ശ്രമിക്കുന്നത്. വോട്ട് ചോരി ആരോപണം അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോൾ ഇവിഎം മെഷീനുകളുടെ നിലവിലെ പ്രവർത്തന പരിശോധന ഉൾപ്പെടെ നടത്തി വിലയിരുത്തി മാത്രം അതാത് പോളിംഗ് ബൂത്തുകളിൽ കൊടുത്താൽ മതി. അല്ലാത്ത പക്ഷം അവ മടക്കണം. അവർക്ക് ബാലറ്റ് പേപ്പർ സംവിധാനം ഒരുക്കും എന്നൊരു നിർദ്ദേശം കൂടി വന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പരിഹരിക്കാമെന്നാണ് ജ്ഞാനേഷ് കുമാർ വിചാരിക്കുന്നത്. തനിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന് കരുതുന്ന ഒരു മണ്ടനാണോ ജ്ഞാനേഷ് കുമാർ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കാരണം ജ്ഞാനേഷ് കുമാർ ഇത് പറയുന്നതോടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ബീഹാറിൽ നടന്നിരിക്കുന്നുവെന്നും ഇനി വരുന്ന റിസൾട്ടുകൾ ഒരു തരത്തിലും അവിടെ ഇലക്ഷൻ കമ്മീഷന്റെയോ BJPയുടെയോ സ്വാധീനം കൊണ്ടല്ല, നിഷ്പക്ഷമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഗെമിസാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയാണ്.